ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രി സ്വയിലേക്ക് നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ലാത്തപ്പം സാമ്പാറോ രസമോ തൈരോ ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാത്രം അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇതേ കണക്ക് ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. അതും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാളയും പച്ചമുളകും എണ്ണയും എല്ലാം കൂടെ ഉരുളക്കിഴങ്ങിന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ. സാമ്പാറിൻ്റെ കൂടെ, രസത്തിൻ്റെ, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പോകുന്ന ഒരു സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ് മസാല. അത്യാവശ്യം എരിവും ഒരു മസാലയുടെ ടേസ്റ്റും ഒക്കെ ഉള്ളൊരു നല്ലൊരു പൊരിയലായത്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി വേവാനായിട്ട് നമ്മളിത് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ചുകൂടി ഒന്ന് വേവുന്ന ആ ഒരു പരുവത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ കിടന്ന് നല്ലതായിട്ട് വെന്ത് വന്നതിന് ശേഷം വേണം നമുക്ക് മറ്റ് മസാലകൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അടച്ച് വെച്ച് വേവിച്ചത് നന്നായി ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, ഒരുപാട് മസാല വേണ്ട, എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നല്ലൊരു മസാലയുടെ ടേസ്റ്റാണ് അതിനകത്ത് ആ ഉരുളക്കിഴങ്ങുമായിട്ടൊന്ന് സിങ്കായിട്ട് നിൽക്കുന്നത്. കുരുമുളക് പൊടി, ഗരം മസാല, ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ചേർത്ത മസാലകളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങിനകത്ത് ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കേണ്ട, പച്ചമണം മാറി ഉരുളക്കിഴങ്ങിനകത്ത് പൊതിഞ്ഞ് മസാല ഇരിക്കുന്ന ഒരു പരുവം വരെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സമയം വേണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്നൊരു പുളിശ്ശേരിയോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്.